ഇൻസൈറ്റിന്റെ SSC ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ കോശം എന്ന പഠനശാഖയെ പറ്റിയാണ്. കോശത്തെ പറ്റിയുള്ള പഠനശാഖയെ നമ്മൾ സൈറ്റോളജി എന്നാണ് വിളിക്കുന്നത്. സൈറ്റോളജി എന്നാണ് കോശത്തിന്റെ പഠനശാഖയെ, സ്റ്റഡി ഓഫ് സെൽസ്, സൈറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സെല്ലിനെ പറ്റി ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയട്ടെ. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഏറ്റവും ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് സെൽ. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ജീവിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് സെല്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ലിവിങ് തിങ്സും സെല്ലുകൾ കൊണ്ട് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. ആദ്യമായിട്ട് ഒരു സെല്ലിനെ, ഒരു കോശത്തിനെ നിരീക്ഷിച്ചത് റോബർട്ട് ഹൂക്ക് ആണ്. റോബർട്ട് ഹൂക്ക് ആണ് ആദ്യമായി ഒരു സെല്ലിനെ നിരീക്ഷിച്ചത്. 1665 അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ ഒരു സെല്ലിനെ നിരീക്ഷിച്ചത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ജീവനുള്ള സെല്ലിനെ ആയിരുന്നില്ല നിരീക്ഷിച്ചിരുന്നത്. അപ്പം ആദ്യമായിട്ട് സെല്ലിനെ നിരീക്ഷിച്ചത് അല്ലെങ്കിൽ ഒരു സെല്ലിനെ കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്ക് ആണ് 1665. അപ്പോൾ തന്നെ അതിനെ പരാമർശിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി. അതിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയ എന്ന പുസ്തകമാണ് റോബർട്ട് ഹൂക്ക് 1665 എഴുതിയത്. അപ്പോൾ സെല്ലിനെ കാണപ്പെട്ടത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റൂം പോലെയാണ്, ഒന്നല്ല ഒരുപാട് റൂമുകൾ പോലെയായിരുന്നു ഈ സെല്ലുകൾ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് കാണപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സെല്ല് എന്ന വാക്ക് സെല്ലുല എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സെല്ലുല എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്, ആ വാക്കിൽ നിന്നാണ് സെല്ല് എന്ന വാക്കുണ്ടായത്. അപ്പൊ സെല്ലുല എന്നാൽ എന്താണ്? ഒരു ചെറിയ മുറി, സ്മോൾ റൂം എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, സെല്ലിനെ ആദ്യമായിട്ട് നിരീക്ഷിച്ചതും കണ്ടുപിടിച്ചതും ആരാണ്? റോബർട്ട് ഹൂക്ക് ആയിരുന്നു 1665. അദ്ദേഹം അപ്പോ ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ. മറ്റൊരു പ്രത്യേകത എന്താണ്? സെല്ലിനെ എന്തായിട്ടാണ് കാണപ്പെട്ടത്? ചെറിയ റൂമുകൾ പോലെയുള്ള സ്ട്രക്ചറായി അല്ലെങ്കിൽ ബോക്സുകൾ പോലെയൊക്കെ കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ സെല്ല് എന്ന വാക്ക് സെല്ലുല എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഒരു ചെറിയ മുറി അല്ലെങ്കിൽ സ്മോൾ റൂം എന്നാണ് അർത്ഥം. ഇനി രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയട്ടെ. ഒരു ജീവനുള്ള ഒരു സെല്ലിനെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആരാണ്? ആന്റോൺ വോൺ ല്യൂവൻഹോക്ക് ആണ് ആദ്യമായിട്ട് ഒരു ജീവനുള്ള സെല്ലിനെ, ഒരു ജീവനുള്ള കോശത്തിനെ നിരീക്ഷിച്ചത്. അതൊരു ബാക്ടീരിയയുടെ സെല്ലായിരുന്നു. അപ്പൊ ലിവിങ് സെൽ ഓഫ് എ ബാക്ടീരിയയെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആന്റോൺ വോൺ ല്യൂവൻഹോക്ക് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ വരാം. ഒന്ന്, സെല്ല് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്ക് ആണ് 1665. പക്ഷേ ഒരു ജീവനുള്ള സെല്ലിനെ, ഒരു ബാക്ടീരിയൽ സെല്ലിനെ ഒബ്സർവ് ചെയ്യുകയും അതിനെ ഡിസ്കവർ ചെയ്യുകയും ചെയ്തത് ആന്റോൺ വോൺ ല്യൂവൻഹോക്ക് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെൽ തിയറിയെ പറ്റിയാണ്. അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് സെൽ തിയറി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരുപാട് എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. SSC PSC എക്സാമുകളിലെല്ലാം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൽ തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ സെൽ തിയറിയെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് സെൽ തിയറി ഉണ്ട്. ആദ്യമായിട്ട് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ഷ്ലീഡനും ഷ്വാനും ചേർന്നായിരുന്നു. ഷ്ലീഡനും ഷ്വാനും ചേർന്ന് 1855 ആദ്യമായിട്ട് ഒരു സെൽ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ആ സെൽ തിയറിയില് ഏറ്റവും പ്രധാനമായിട്ട് പരാമർശിക്കപ്പെട്ട ഒരു കാര്യമാണ് സെല്ലുലാർ നേച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം. അതായിരുന്നു അതിന്റെ തീം എന്ന് പറയുന്നത്. ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ, ജീവനുള്ള ഒരു വസ്തുവിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം സെല്ലാണെന്നും, അപ്പോൾ ആ സെല്ലുകൾ കൊണ്ട് അത് എങ്ങനെ നിർമ്മിതമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളായിരുന്നു സെൽ തിയറിയിൽ പ്രപ്പോസ് ചെയ്തിരുന്നത്. ഷ്ലീഡനും ഷ്വാനും ചേർന്ന് 1855 ഇതിനെപ്പറ്റി ഒരു സെൽ തിയറി ഉണ്ടാക്കിയത്. ഇനി ഷ്ലീഡനും ഷ്വാനും ചേർന്ന് ഉണ്ടാക്കിയ ഈ സെൽ തിയറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്പർ 1, all organisms are constructed of cells and product of cells. എല്ലാ ജീവനുള്ള വസ്തുക്കളും, എല്ലാ ഓർഗാനിസംസും സെല്ലും സെല്ലിന്റെ പ്രോഡക്റ്റുകളും കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. അപ്പോ ഒന്നാമത്തെ പോയിന്റ് ആണ് കോശങ്ങളും കോശങ്ങളുടെ പ്രോഡക്റ്റുകളും കൊണ്ടാണ് എല്ലാ ഓർഗാനിസവും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തേത്
രണ്ടാമത്തെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എല്ലാ സെല്ലുകളും മുൻപുണ്ടായിരുന്ന സെല്ലുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പ്രീ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇപ്പൊ 2 പോയിന്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. സ്വീഡൻ ആൻഡ് ഷാന്റെ സെൽ തിയറി 1855 പ്രപ്പോസ് ചെയ്തു. ഇതിന്റെ പ്രധാനപ്പെട്ട 2 പോയിന്റ് ആണ്. നമ്പർ 1, എല്ലാ ഓർഗാനിസവും സെല്ലുകൾ കൊണ്ട്, കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. അതുപോലെ കോശങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. നമ്പർ 2, എല്ലാ സെല്ലുകളും മുൻപുണ്ടായിരുന്ന പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലുകളിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. നമ്പർ 2. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഈ രണ്ടാമത്തെ സെൽ തിയറി? അപ്പൊ ആദ്യത്തെ സെൽ തിയറി ഞാൻ പറഞ്ഞല്ലോ, സ്വീഡനും ഷാനും ചേർന്നാണ് സെൽ തിയറി ആദ്യമായി പ്രപ്പോസ് ചെയ്തത്. രണ്ടാമത്തെ ഒരു സെൽ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് റുഡോൾഫ് വിർച്ചോവ് ആണ് രണ്ടാമത്തെ സെൽ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. റുഡോൾഫ് വിർച്ചോവ് ഈ ആദ്യമേ ഉണ്ടായിരുന്ന സെൽ തിയറിയെ ഒന്ന് മോഡിഫൈ ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. റുഡോൾഫ് വിർച്ചോവ് ആണ് സെൽ തിയറിയെ മോഡിഫൈ ചെയ്ത് എടുത്തത്. ഓക്കെ, അപ്പോ സെൽ തിയറി മോഡിഫൈ ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവണമല്ലോ. ആ പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ സെല്ലുകൾ പഴയ സെല്ലുകളിൽ നിന്നും പ്രീ എക്സിസ്റ്റിംഗ് സെല്ലുകളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് സെൽ തിയറിയിൽ സ്വീഡനും ഷാനും പറഞ്ഞു. ഇനി അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർച്ചോവ് ആണ്. അവിടെയാണ് സെൽ തിയറി മോഡിഫിക്കേഷൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത്. പ്രീ എക്സിസ്റ്റിംഗ് സെല്ലുകളിൽ നിന്ന് പുതിയ സെല്ലുകൾ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനം എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് റുഡോൾഫ് വിർച്ചോവ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആ സെൽ തിയറി മോഡിഫൈ ചെയ്ത് പറഞ്ഞത്. ഇനി 2-3 പോയിന്റ്സ് അഡീഷണൽ ആയിട്ട് എനിക്ക് അതിനോടൊപ്പം പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ സെല്ലിനെ പറ്റിയുള്ള കുറച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സെല്ലിന്റെ പഠനശാഖയെ സൈറ്റോളജി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് പറയാനുണ്ട്. സെല്ലുകളുടെ ഒരു കൂട്ടത്തിനെ അല്ലെങ്കിൽ ഒരുപോലെ വർക്ക് ചെയ്യുന്ന കോശങ്ങളെ നമ്മൾ ടിഷ്യൂ അല്ലെങ്കിൽ കലകൾ എന്ന് പറയും. ടിഷ്യൂ അല്ലെങ്കിൽ കലകൾ എന്ന് പറയും. സെല്ലിന്റെ ഒരു കൂട്ടം സെല്ലിന്റെ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ ടിഷ്യൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ടിഷ്യൂസിന്റെ കലകളുടെ പഠനശാഖയെ നമ്മൾ എന്ത് പറയും? ഹിസ്റ്റോളജി എന്നാണ് പറയുന്നത്. സെല്ലിന്റെ പഠനശാഖയെ നമ്മൾ സൈറ്റോളജി എന്നും ടിഷ്യൂന്റെ അല്ലെങ്കിൽ കലകളുടെ പഠനശാഖയെ ഹിസ്റ്റോളജി എന്നും പറയും. ഇനി 2 പ്രധാനപ്പെട്ട ആളുകളുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്തു. 3 പേരുടെ കാര്യം മെൻഷൻ ചെയ്തു. ആദ്യം തന്നെ സെൽ തിയറി പ്രപ്പോസ് ചെയ്ത 2 പേരുടെ കാര്യം പറഞ്ഞു, MJ ഷ്ലീഡനും തിയോഡർ ഷാനും. അപ്പോ MJ ഷ്ലീഡനാണ് എല്ലാ സസ്യങ്ങളുടെയും ബോഡി സെല്ലുകൾ കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോ എല്ലാ സസ്യങ്ങളുടെയും ബോഡി കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആയിരുന്നു MJ ഷ്ലീഡൻ. അതുപോലെ തന്നെ എല്ലാ ആനിമൽസിന്റെയും ബോഡി സെല്ലുകളാൽ നിർമ്മിതമായെന്ന് കണ്ടുപിടിച്ചത് തിയോഡർ ഷാനുമാണ്. സസ്യങ്ങളുടെ ബോഡി സെല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ളതാണെന്ന് കണ്ടുപിടിച്ചത് MJ ഷ്ലീഡനും ആനിമൽസിന്റെ, മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ ശരീരം മുഴുവനായിട്ടും സെല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് എന്ന് കണ്ടുപിടിച്ചത് തിയോഡർ ഷാനുമാണ്. അടുത്തൊരു പോയിന്റ്, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് പറയട്ടെ. സ്ട്രക്ചർ ഓഫ് സെൽ. ഒരു സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോ അത് പറയുമ്പോൾ തന്നെ സെല്ലിന്റെ ഓരോ സ്ട്രക്ചേഴ്സിനും അതിന്റെ ഓരോ ഓർഗനൽസിനും ഓരോ നിക്നെയിംസ് ഉണ്ട്. ബ്രെയിൻ ഓഫ് ദ സെൽ, പവർ ഹൗസ് ഓഫ് ദ സെൽ, എനർജി കറൻസി ഓഫ് ദ സെൽ, suicidal bags, digestive bags, demolition squads, skeletal system, traffic police, kitchen of the cells. അപ്പൊ ഇവരൊക്കെ ആരാണ് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ സ്ട്രക്ചർ ഓഫ് ദ സെൽ പറയുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയിട്ടാണ്. ഒരു സെല്ലിന്റെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഒരു ലെയർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. ഈ പ്ലാസ്മ മെംബ്രെയിന്റെ അകത്താണ് സൈറ്റോപ്ലാസം കാണപ്പെടുന്നത്. സൈറ്റോപ്ലാസത്തിന്റെ അകത്താണ് എല്ലാ സെൽ ഓർഗനൽസും, കോശങ്ങളുടെ എല്ലാ ഓർഗനൽസും മറ്റുള്ള ഇൻക്ലൂഷൻസും എല്ലാം ഇങ്ങനെ എംബഡഡ് ആയിട്ട് അതിലിങ്ങനെ പതിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും പുറമേ കാണപ്പെടുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു ജെല്ലി പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ് സെൽ ഓർഗനൽസും മറ്റ് ഇൻക്ലൂഷൻസും എല്ലാം ഇങ്ങനെ പതിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സെല്ലിന്റെ പാർട്സ് ഏതൊക്കെയാണെന്നൊന്ന് പഠിക്കാം.
പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയ, ഗോൾഗി apparatus, ribosomes, lysosomes, centrioles and plastids. അപ്പോ ഇത് ഏതൊക്കെയാണെന്നും ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് പഠിക്കാം. ഇനി സെല്ലിന് കുറച്ച് നോൺ ലിവിംഗ് ആയിട്ടുള്ള പാർട്സ് ഉണ്ട്, എന്നുവെച്ചാൽ ജീവനില്ലാത്ത കുറച്ച് പാർട്സ് ഉണ്ട്. അതാണ് സെൽ വോള്, വാക്യൂൾസ്, ഗ്രാന്യൂൾസ്. ഈ സെൽ വോളും വാക്യൂൾസും ഗ്രാന്യൂൾസും പ്ലാന്റ്സിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പ്ലാസ്മ മെംബ്രെയിനെ പറ്റി പഠിക്കാൻ പോവാണ്. പ്ലാസ്മ മെംബ്രെയിൻ സെല്ലിനെ നമുക്ക് ന്യൂക്ലിയസിന്റെ പ്രസൻസ് അതിനെ വെച്ചിട്ട് നമുക്ക് സെല്ലിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക് സെല്ലുകളും. പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക് സെല്ലുകളും. യു എന്നാൽ യു എന്നാൽ ട്രൂ എന്നാണ് അർത്ഥം. അപ്പൊ ട്രൂ ന്യൂക്ലിയസ് ഉള്ള എല്ലാ സെല്ലുകളെയും യൂകാരിയോട്ടിക് എന്നും ട്രൂ ന്യൂക്ലിയസ് അല്ലാത്തതിനെ പ്രോകാരിയോട്ടിക് എന്നും പറയും. അപ്പോ ട്രൂ ന്യൂക്ലിയസ് ഉള്ളതിനെ യൂകാരിയോട്ടിക് എന്നും ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തതിനെ പ്രോകാരിയോട്ടിക് എന്നും പറയും. അപ്പോ സെല്ലിനെ ചുറ്റി വളയുന്ന ഒരു സെമി പോറസ് ബാരിയർ. സെമി പോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി മാത്രം അല്ലെങ്കിൽ അല്പം മാത്രം പോറസ് ആയിട്ടുള്ള ചെറിയ ദ്വാരങ്ങളുള്ള ഒരു ബാരിയർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. അതിനെ ചുറ്റി കാണപ്പെടുന്നത്. ഇത് സെലക്ടീവ്ലി പെർമിബിൾ ആണ്. സെലക്ടീവ്ലി പെർമിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനാവശ്യമുള്ളതിനെ മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുന്നുള്ളൂ. അപ്പൊ അതിന്റെ ജോലി അതാണ്. ഇതിനെ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതൊരു സെമി പോറസ് ആയിട്ടുള്ള സെലക്ടീവ്ലി പെർമിബിൾ ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അതാണ് ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാർട്ട്. സെലക്ടീവ്ലി പെർമിബിൾ ആണ്, സെലക്റ്റീവ് ആണ്. ഇതൊരു ബൗണ്ടറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ സെല്ലിനകത്തുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനെയും സെല്ലിന്റെ എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് വെച്ച് ഒരു ബൗണ്ടറി പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് മെംബ്രെയിനുള്ളത്. ഒരു ബൗണ്ടറി പോലെ ആക്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ് പ്ലാസ്മ മെംബ്രെയിനുള്ളത്. അപ്പൊ ക്ലിയർ ആണല്ലോ. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെമി പോറസ് ബാരിയർ ആണ്, സെലക്ടീവ്ലി പെർമിബിൾ ആണ്. ഈ സെല്ലിന്റെ മറ്റു ഭാഗങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബൗണ്ടറി പോലെ ഫോം ചെയ്ത് സെല്ലിന്റെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനെയും ഒരുമിച്ച് വെക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ചില പ്രത്യേക മോളിക്യൂളുകളെ മാത്രമേ ഇത് അകത്തോട്ട് കടത്തിവിടുന്നുള്ളൂ. അതുപോലെ സെല്ലിന് ആവശ്യമായ പോഷകങ്ങളെയും ന്യൂട്രിയൻസിനെയും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റുകളെയും മാത്രമേ സെല്ലിനകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. അതിനോടൊപ്പം സെല്ലിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ, അതിന് ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറന്തള്ളുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ ഒരു ബൗണ്ടറി പോലെ നിൽക്കുകയും ഇത് ചില പ്രത്യേക മോളിക്യൂളുകൾ, ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ ചില എസെൻഷ്യൽ എലമെന്റ്സിനെ മാത്രം അകത്തേക്ക് കടത്തിവിടുകയും, അതായത് സെല്ലിന് ആവശ്യമായതിനെ മാത്രം അകത്തേക്ക് കടത്തിവിടുകയും അവസാനം ഈ ബയോളജിക്കൽ പ്രോസസ്സുകൾക്ക് ശേഷം വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നു. ആ വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറന്തള്ളാനും ഇത് സഹായിക്കുന്നു. അതിനാണ് ഇത് സെലക്ടീവ്ലി പെർമിബിൾ ആയിട്ട് കാണപ്പെടുന്നത്. ഈ മെംബ്രെയിനകത്തുകൂടെ, പ്ലാസ്മ മെംബ്രെയിനിന്റെ അകത്തൂടെ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ഇതിനൊക്കെ ഫ്രീ ആയിട്ട് അകത്തേക്ക് കടന്നു വരാം. ഓക്കെ, ഇതെല്ലാം ചെറിയ മോളിക്യൂളുകൾ ആയതുകൊണ്ട് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ അതുപോലെ വെള്ളം, ഇതിന് ഈ 3 മോളിക്യൂൾസിനൊക്കെ അകത്തേക്ക് ഫ്രീ ആയിട്ട് കടന്നു വരാൻ സാധിക്കും. പ്ലാസ്മ മെംബ്രെയിന്റെ ഒരു ഫ്ലൂയിഡ് മൊസൈക് മോഡൽ സിംഗർ ആൻഡ് നിക്കോൾസൺ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആരാണ് സജസ്റ്റ് ചെയ്തത്? സിംഗർ ആൻഡ് നിക്കോൾസൺ. സിംഗറും നിക്കോൾസണും ചേർന്നാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത്. സെക്കൻഡ് പോയിന്റ്, സൈറ്റോപ്ലാസം. എന്താണ് സൈറ്റോപ്ലാസം? ന്യൂക്ലിയസിന് പുറത്തുള്ളതും എന്നാൽ പ്ലാസ്മ മെംബ്രെയിന് അകത്തുള്ള ഭാഗങ്ങളെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, പ്ലാസ്മ മെംബ്രെയിൻ അകത്തുള്ള ഒരു ജെല്ലി പോലെയുള്ള സബ്സ്റ്റൻസിനാണ് സെല്ലിന്റെ മറ്റെല്ലാ ഭാഗങ്ങളും, സെൽ ഓർഗനൽസും ഇൻക്ലൂഷൻസും എല്ലാം ഇങ്ങനെ പതിപ്പിച്ച് എംബഡഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തെ, ആ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്.
സൈറ്റോപ്ലാസത്തിൽ എന്തെല്ലാം ഉണ്ട്? മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, അങ്ങനെ തുടങ്ങി എല്ലാ ഓർഗനൽസും സൈറ്റോപ്ലാസത്തിനകത്താണ് ഉള്ളത്. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെല്ലിന്റെ കോശത്തിന്റെ മറ്റെല്ലാ ആക്ടിവിറ്റീസും ഏറ്റവും കൂടുതൽ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഇതൊരു ജെല്ലി പോലെ കാണപ്പെടുന്ന ഒരു മാറ്റർ ആണ്. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് കെമിക്കൽ റിയാക്ഷൻസും മെറ്റബോളിസം ഒക്കെ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിനകത്താണ്. അതിനൊരു ഉദാഹരണം പ്രോട്ടീൻ സിന്തസിസ്, മാംസ്യത്തിന്റെ നിർമ്മാണം നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അപ്പൊ സൈറ്റോപ്ലാസത്തെ പറ്റിയുള്ള പോയിന്റ് നമ്പർ 1, പ്ലാസ്മ മെംബ്രെയിനകത്തുള്ള ജെല്ലി പോലെ കാണപ്പെടുന്ന ഒരു സെല്ലിന്റെ കോശത്തിന്റെ ഭാഗമാണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിനകത്താണ് മറ്റുള്ള ഓർഗനൽസ് എല്ലാം ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് പോലെയുള്ള ഓർഗനൽസ് വെച്ചിരിക്കുന്നത്. കൂടുതലും കെമിക്കൽ റിയാക്ഷൻസും മെറ്റബോളിസവും മറ്റ് സെൽ ആക്ടിവിറ്റീസും കോശങ്ങളുടെ മറ്റ് ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഉദാഹരണം പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് മലയാളത്തിൽ നമ്മൾ മർമ്മം എന്ന് പറയും. ന്യൂക്ലിയസിനെ ആദ്യമായി കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ഹൂക്ക് ആണ് സെല്ല് കണ്ടുപിടിച്ചത്. കോശത്തിനെ ആദ്യമായി നിരീക്ഷിച്ചത് റോബർട്ട് ഹൂക്ക് ആണ്. ന്യൂക്ലിയസിനെ ആദ്യമായി ഡിസ്കവർ ചെയ്തത് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. മെംബ്രെയിനകത്ത്, പ്ലാസ്മ മെംബ്രെയിനകത്ത് കാണപ്പെടുന്ന ഏറ്റവും വലിയൊരു ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സെല്ലിന്റെ ബ്രെയിൻ എന്ന് നമുക്ക് ന്യൂക്ലിയസിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു നമ്മുടെ എല്ലാ സെൽ ഓർഗനൽസിനും ഓരോ നിക്നെയിംസ് ഉണ്ടെന്ന്. അപ്പൊ ന്യൂക്ലിയസിന് ഒരു നിക്നെയിം ഉണ്ട്, അതിന്റെ പേരാണ് ബ്രെയിൻ ഓഫ് ദി സെൽ. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന, സെല്ലിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ആദ്യമായി കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ന്യൂക്ലിയസിനകത്ത് എന്താണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോലസ് ആണ് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ മർമ്മകം എന്ന് പറയും. ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നതാണ് ന്യൂക്ലിയോലസ്. ന്യൂക്ലിയസ് ആദ്യമായി കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. ന്യൂക്ലിയസിനകത്ത് തന്നെയാണ് റൈബോസോമുകൾ നിർമ്മിക്കപ്പെടുന്നത്. RNA നിർമ്മിക്കപ്പെടുന്നതും ന്യൂക്ലിയോലസിന് അകത്താണ്. ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോലസിലാണ് RNA നിർമ്മിക്കപ്പെടുന്നത്. ഈ RNAയിലാണ് ക്രോമസോമുകൾ ഉള്ളത്. അതിനകത്താണ് DNA-യും അതിന് ചുറ്റും പ്രോട്ടീൻസ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിന്റെ പേരാണ് ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയും. ഇതൊരു ഡബിൾ മെംബ്രെയിൻ ആണ്. ന്യൂക്ലിയർ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിൻ പോലെ ചില ന്യൂക്ലിയർ പോർസ് ഉണ്ട്. ഇത് ആവശ്യമുള്ളതിനെ കടത്തിവിടാനും ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളാനും സഹായിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ പറ്റിയാണ്. ഒരു സെല്ലിന്റെ, ഒരു കോശത്തിന്റെ അസ്ഥികൂടം, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇത് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഷീറ്റുകൾ പോലെയും സാക്കുകൾ പോലെയും ട്യൂബുകൾ പോലെയും ഒക്കെ കാണപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശാസ്ഥികൂടം അല്ലെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ സ്കെലിറ്റൽ ഫ്രെയിംവർക്ക് ഓഫ് ദി സെൽ എന്ന് അറിയപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും, RER-ഉം SER-ഉം. റൈബോസോമുകൾ സ്റ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, റൈബോസോമുകൾ ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോമുകൾ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അല്ലെങ്കിൽ അതിനകത്തുള്ള റൈബോസോമുകളാണ് പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നത്. അതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത് ഈ റൈബോസോമുകളാണ്. അപ്പോ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലല്ല, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് റൈബോസോമുകൾ സ്റ്റഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് പിന്നീട് മാംസ്യ നിർമ്മാണത്തിന്, പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നത്. അടുത്തത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്റ്റിറോയിഡുകളും ലിപ്പിഡുകളും ഉണ്ടാക്കാൻ സഹായിക്കുന്നു. സ്റ്റിറോയിഡുകളും
ലിപ്പിഡുകളും ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി നല്ലൊരു സർഫസ്, ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അപ്പൊ സെല്ലിന്റെ മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, എൻസൈമാറ്റിക് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ പ്രതലം ഒരുക്കി കൊടുക്കുന്നതും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ പറ്റി നമ്മൾ പറഞ്ഞു. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് റൈബോസോമുകൾ ഉള്ളത്. ആ റൈബോസോമുകളാണ് പ്രോട്ടീൻ മാംസ്യ നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അതുപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് ലിപ്പിഡുകളും സ്റ്റിറോയിഡുകളും ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഈ സെല്ലിന് ഒരു പവർ ഹൗസ് ഉണ്ട്. സെല്ലിന് ഒരു പവർ ഹൗസ് ഉണ്ട്. ആ പവർ ഹൗസിന്റെ പേരാണ് മൈറ്റോകോൺഡ്രിയോൺ അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ നിക്നെയിം ആണ് പവർ ഹൗസ് ഓഫ് ദി സെൽ. ഈ മൈറ്റോകോൺഡ്രിയൻ അല്ലെങ്കിൽ ഓരോ സെല്ലിന്റെ മൈറ്റോകോൺഡ്രിയന് ചുറ്റുമായി ഡബിൾ മെംബ്രെയിൻ ആണ് കാണപ്പെടുന്നത്. ഒന്നല്ല, ഡബിൾ മെംബ്രെയിൻ ആണ് കാണപ്പെടുന്നത്. മൈറ്റോകോൺഡ്രിയ ജനറേറ്റ് ചെയ്യുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെയാണ്. ATP ജനറേറ്റ് ചെയ്യുക എന്ന ജോലിയാണ് മൈറ്റോകോൺഡ്രിയക്കുള്ളത്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP നിർമ്മാണമാണ് മൈറ്റോകോൺഡ്രിയയുടെ പ്രധാനപ്പെട്ട ജോലി. ATP എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന് എല്ലാ ആക്ടിവിറ്റീസിനും, മെറ്റബോളിക് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാൻ സഹായിക്കുന്ന എനർജി കറൻസി, അതിന്റെ ഊർജം എന്ന് പറയുന്നതാണ് ATP. ആ ATP നിർമ്മിക്കുന്നത് മൈറ്റോകോൺഡ്രിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് മൈറ്റോകോൺഡ്രിയ നമ്മൾ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രബ്സ് സൈക്കിൾ. ക്രബ്സ് സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? സെല്ലിന് എവിടെയാണ് അല്ലെങ്കിൽ സെല്ലിന്റെ ഏത് ഭാഗത്താണ് ക്രബ്സ് സൈക്കിൾ നടക്കുന്നത്? മൈറ്റോകോൺഡ്രിയയുടെ അകത്താണ് ക്രബ്സ് സൈക്കിൾ നടക്കുന്നത്. മൈറ്റോകോൺഡ്രിയ എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്? ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് മൈറ്റോകോൺഡ്രിയ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് മൈറ്റോകോൺഡ്രിയ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ മൈറ്റോകോൺഡ്രിയയുടെ പ്രത്യേകത പറഞ്ഞു, പവർ ഹൗസ് ഓഫ് ദി സെൽ ആണ്. ATP നിർമ്മിക്കുന്നു. ATP ഒരു എനർജി കറൻസി ആണ്. മറ്റ് മെറ്റബോളിക് ആക്ടിവിറ്റീസിന് സഹായിക്കുന്നു. അതുപോലെ ക്രബ്സ് സൈക്കിൾ മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മൈറ്റോകോൺഡ്രിയയുടെ പോയിന്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലൈസോസോമിനെ പറ്റിയാണ്. ലൈസോസോമിന് 3 പേരാണുള്ളത്. 3 പ്രധാനപ്പെട്ട പേരുകളാണുള്ളത്. സൂയിസൈഡൽ ബാഗ്സ്. ലൈസോസോമിന് ഒന്നാമത്തെ പേരാണ് സൂയിസൈഡൽ ബാഗ്സ്, ഡൈജസ്റ്റീവ് ബാഗ്സ്, ഡെമോളിഷിംഗ് സ്ക്വാഡ്സ്. സൂയിസൈഡൽ ബാഗ്സ്, ഡൈജസ്റ്റീവ് ബാഗ്സ്, ഡെമോളിഷിംഗ് സ്ക്വാഡ്സ്. ഇതാണ് ലൈസോസോമിന് അറിയപ്പെടുന്നത്. ലൈസോസോമിനെ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ലൈസോസോം സ്പെറിക്കൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഗോൾ ആകൃതിയിലാണ് ലൈസോസോമുകൾ കാണപ്പെടുന്നത്. ഇത് സൈറ്റോപ്ലാസത്തിൽ ആകമാനം കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഇതിന് ഡബിൾ മെംബ്രെയിൻ ഒന്നുമില്ല, സിംഗിൾ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ. മൈറ്റോകോൺഡ്രിയയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതിന് ഡബിൾ മെംബ്രെയിൻ അതിന്റെ ചുറ്റിലും ഉണ്ടെന്ന്. പക്ഷെ ലൈസോസോമിന് സിംഗിൾ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ചില ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എൻസൈമുകൾ അതിനകത്ത് കാണപ്പെടുന്നു. ഈ എൻസൈമുകൾ എല്ലാ ഓർഗാനിക് മെറ്റീരിയൽസിനെയും ഈസി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. ഡൈജസ്റ്റിങ്ങിനും ബ്രേക്കിംഗ് ഡൗണിനും സഹായിക്കുന്നു. ദഹിക്കാനും അതിനെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എൻസൈമുകൾ കാണപ്പെടുന്നത് ലൈസോസോമിലാണ്. ഹൈഡ്രോളിറ്റിക് എൻസൈമുകളും ലൈസോസോമിലാണ് കാണപ്പെടുന്നത്. എൻസൈമുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹൈഡ്രോളിറ്റിക് എൻസൈം. ഹൈഡ്രോളിറ്റിക് എൻസൈം കാണപ്പെടുന്നത് ലൈസോസോമുകളാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാക്യൂളുകളെ പറ്റിയാണ്. മെംബ്രെയിന് അകത്തുള്ള സോളിഡ് ഫിൽഡ് ആയിട്ടുള്ള മെംബ്രെയിനകത്ത് സോളിഡ് ആയിട്ടും അതുപോലെ ഫ്ലൂയിഡ് ആയിട്ടും ഒക്കെ ഫിൽ ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, ചില സ്പേസുകളുണ്ട്. സോളിഡോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ ഫിൽ ചെയ്തിട്ടുള്ള ചില സ്പേസസ് ഉണ്ട്, ബൗണ്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിനെയാണ് വാക്യൂൾ എന്ന് പറയപ്പെടുന്നത്. ഇത് സ്റ്റോറേജ് സാക്സ് ആണ്. സ്റ്റോറേജ് സാക്സ് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സാക്കുകളാണ്. അപ്പോൾ ഇത് വളരെ എന്താ പറയാ, ആനിമൽ സെൽസിൽ വാക്യൂൾ കാണപ്പെടുന്നു. ഇത് വളരെ ചെറുതാണ്, ടെമ്പററി ആണ്. ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമില്ല, ടെമ്പററി ആണ്.
ഇതെന്താണ്? വെള്ളത്തിനെയോ ഗ്ലൈക്കോജനെയോ പ്രോട്ടീനെയോ ഒക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നത് വാക്യൂളുകളിലാണ്. അപ്പോ പ്ലാന്റ് സെല്ലുകളിലാണെങ്കിൽ, സസ്യങ്ങളുടെ സെല്ലുകളിലാണെങ്കിൽ വാക്യൂള് പെർമനന്റ് ആണ്. അനിമൽ സെല്ലുകളിലാണെങ്കിൽ വാക്യൂളുകൾ പെർമനന്റ് അല്ല. അനിമൽ സെല്ലുകളിൽ എന്തിനാണ് സഹായിക്കുന്നത്? വെള്ളവും ഗ്ലൈക്കോജനും പ്രോട്ടീൻ പോലെയുള്ള വസ്തുക്കളെല്ലാം ശേഖരിച്ച് വെക്കാനാണ് സഹായിക്കുന്നത്. അതുപോലെ പ്ലാന്റ് സെല്ലുകളിൽ വാക്യൂളിന്റെ സഹായം എന്താണ്? സെല്ലിൽ ആകമാനം ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, കോശത്തിനകത്ത് ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് വാക്യൂളുകൾ സഹായിക്കുന്നത്. അടുത്ത പോയിന്റ് ആണ് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസിന് മറ്റൊരു പേരുണ്ട്, ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ ട്രാഫിക് പോലീസ് ആണ് ഗോൾഗി അപ്പാരറ്റസ്. മെംബ്രെയിനുകളുടെ അകത്തായിട്ട് കാണപ്പെടുന്ന ഫ്ലൂയിഡുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള വസ്തുക്കളാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയപ്പെടുന്നത്. അതൊരു നെറ്റ്വർക്ക് പോലെയാണ് കാണപ്പെടുന്നത്. അതുപോലെ ഏതൊരു സെല്ലിന്റെയും സെക്രീറ്ററി ഓർഗനൽ ആണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ്. ഇപ്പൊ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാലും ഗോൾഗി കോംപ്ലക്സ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്, ഒരു സെല്ലിന്റെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത് ആരാണ്? ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്ന ഭാഗമാണ് ഒരു സെല്ലിന്റെ ട്രാഫിക് പോലീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മള് കുറച്ച് നിക്നെയിംസ് പറഞ്ഞായിരുന്നു. സെല്ലിന്റെ ഭാഗങ്ങളെ ഓരോരോ പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മറന്നു പോകരുത്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഉറപ്പായിട്ട് ആൻസർ ചെയ്യണം. ബ്രെയിൻ ഓഫ് ദ സെൽ ന്യൂക്ലിയസ്, പവർ ഹൗസ് ഓഫ് ദ സെൽ മൈറ്റോകോൺഡ്രിയ, എനർജി കറൻസി ഓഫ് ദ സെൽ ATP, suicidal bags, digestive bags, demolition squad. ഈ മൂന്ന് പേരിൽ അറിയപ്പെടുന്നത് ലൈസോസോം, skeletal system of the cell endoplasmic reticulum, traffic police of the cell Golgi body. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ഒന്നുമാണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, കിച്ചൺ ഓഫ് ദ സെൽ ക്ലോറോപ്ലാസ്റ്റ്. ഒരു സെല്ലിന്റെ കിച്ചൺ എന്നറിയപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. സെല്ലിന്റെ കിച്ചൺ എന്നറിയപ്പെടുന്നത്, ഒരു സെല്ലിന്റെ കോശത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ്. സെല്ല് തന്നെ നമ്മൾ പറഞ്ഞു, പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും ഉണ്ട്. അപ്പം പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും, ഒരു സസ്യത്തിന്റെ സെല്ലും ഒരു അനിമലിന്റെ സെല്ലും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലാന്റ് സെല്ലിൽ സെൽ വോൾ കാണപ്പെടുന്നു. അത് ജീവനില്ലാത്ത ഒരു മെംബ്രെയിൻ പോലെയാണ് കാണപ്പെടുന്നത്. സെൽ വോൾ ആണ് സസ്യത്തിന്റെ സെല്ലുകൾക്ക് അനിമൽ സെല്ലിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന ഒരു ഭാഗം, സെൽ വോൾ. മറ്റൊരു പ്രത്യേകതയാണ് ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ പറഞ്ഞു ഒരു സെല്ലിന്റെ കിച്ചൺ എന്നറിയപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റ്. ഇതും പ്ലാന്റ് സെല്ലുകളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. മറ്റെല്ലാ ഭാഗങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും പ്ലാന്റ് സെല്ലിനും അനിമൽ സെല്ലിനും ഒരുപോലെയാണ്. ഗോൾഗി ബോഡി, സെൽ മെംബ്രെയിൻ, വാക്യൂം, സെൻട്രിയോള്, ന്യൂക്ലിയർ വോള്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയോളസ്, ഇതെല്ലാം രണ്ടിലും കാണപ്പെടുന്നു. ക്ലോറോപ്ലാസ്റ്റും സെൽ വോളും പ്ലാന്റ് സെല്ലുകളിൽ, സസ്യത്തിന്റെ സെല്ലുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സെല്ലുകളെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു. ഇനി കുറച്ച് രസകരമായ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഏറ്റവും വലിയ സെല്ല്, ലോകത്തിലെ ഏറ്റവും വലിയ സെല്ല്, ഏറ്റവും വലിയ കോശം ഏതാണ്? ആൻസർ ഏതാണ്? എഗ് ഓഫ് ഓസ്ട്രിച്ച്. ഒട്ടകപക്ഷിയുടെ മുട്ടയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെല്ല്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്മോളസ്റ്റ് സെൽ, ഏറ്റവും ചെറിയ സെൽ ഏതാണ്? മൈക്കോപ്ലാസ്മ ആണ് ഏറ്റവും ചെറിയ സെൽ. ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ, അല്ലെങ്കിൽ അതിനെ PPLO എന്ന് പറയും. PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. അപ്പൊ ഏറ്റവും വലിയ സെൽ ഏതാണ്? എഗ് ഓഫ് ഓസ്ട്രിച്ച്. ഏറ്റവും ചെറിയ സെൽ ഏതാണ്? മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സില് ഏറ്റവും ചെറിയ സെല്ല് സ്പേമാണ്. ഏറ്റവും വലിയ സെല്ല് ഓവമാണ്. ഹ്യൂമൻ ബീങ്സില് ഏറ്റവും ചെറിയ സെല്ല് സ്പേമും ഏറ്റവും വലിയ സെല്ല് ഓവമാണ്. ഹ്യൂമൻ ബീങ്ങില് ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? ന്യൂറോൺ. ന്യൂറോൺ ആണ് ഏറ്റവും നീളം കൂടിയ കോശം. അപ്പൊ ഏറ്റവും വലിയ സെല്ല് ഹ്യൂമൻ ബീങ്സിൽ ഓവമാണ്. ഏറ്റവും ചെറിയ സെല്ല് സ്പേമാണ്.
ഏറ്റവും നീളം കൂടിയ സെല്ല് ന്യൂറോൺ ആണ്. ഇനി ബ്ലഡ് സെല്ലുകൾ തന്നെ നമുക്കറിയാം RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായി ഹ്യൂമൻ ബീങ്ങിൽ കാണപ്പെടുന്ന സെല്ലാണ് RBC, റെഡ് ബ്ലഡ് സെൽസ് ആണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഇനി ഏറ്റവും കൂടുതലായിട്ട് ആയുസ് ഉള്ളത്, ലൈഫ് സ്പാൻ ഉള്ള ബ്ലഡ് സെല്ലും RBC തന്നെയാണ്. 120 ദിവസമാണ് RBCയുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയണ്ടേ, ഒരു സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് എത്രയാണെന്നുള്ളത്? ആവറേജ് സൈസ് ഓഫ് എ സെല്ലാണ് 3 മുതൽ 30 മൈക്രോൺ വരെ. 3 മുതൽ 30 മൈക്രോൺ വരെയാണ് ഒരു സെല്ലിന്റെ, ഒരു ആവറേജ് സെല്ലിന്റെ വലുപ്പം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും വലിയ സെല്ലാണ് ഓസ്ട്രിച്ചിന്റെ എഗ്. ഏറ്റവും ചെറിയ സെല്ലാണ് മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO, ന്യൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഹ്യൂമൻ ബീങ്സില് ഏറ്റവും വലിയ സെല്ല് ഓറം, ഏറ്റവും ചെറിയ സെല്ല് സ്പേം. ഏറ്റവും നീളം കൂടിയ സെല്ല് ന്യൂറോൺ ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായി, ഏറ്റവും എണ്ണത്തിൽ കൂടുതൽ കാണപ്പെടുന്ന സെല്ല് ബ്ലഡ് സെല്ലാണ് RBC, റെഡ് ബ്ലഡ് സെൽ. ഏറ്റവും ആയുസ് കൂടിയ സെല്ലും RBC തന്നെയാണ്. 120 ദിവസമാണ് അതിന്റെ ആയുസ്. ഒരു സെല്ലിന്റെ ആവറേജ് സൈസ് 3 മുതൽ 30 മൈക്രോൺ വരെ. ഇനി നമ്മൾ കുറച്ച് പുസ്തകങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരൊറ്റ പുസ്തകത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹൂക്ക് 1665 എഴുതിയ മൈക്രോഗ്രാഫിയ. ഇനി നമ്മൾ കുറച്ച് ബുക്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫിസിഷ്യൻസ് ഹാൻഡ് ബുക്ക് എന്നറിയപ്പെടുന്ന ബുക്ക് ഏതാണ്? ഫിസിഷ്യൻസ് ഹാൻഡ് ബുക്ക് എന്നറിയപ്പെടുന്ന ബുക്ക് ചരക സംഹിത. ചരക സംഹിതയാണ് ഫിസിഷ്യൻസ് ഹാൻഡ് ബുക്ക് എന്നറിയപ്പെടുന്ന ബുക്ക്. ചരക സംഹിത. അഷ്ടാംഗ ഹൃദയം ആരാണ് എഴുതിയത്? ഓർഡർ ഓഫ് അഷ്ടാംഗ ഹൃദയം. ഇതെല്ലാം മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഓർഡർ ഓഫ് അഷ്ടാംഗ ഹൃദയം ബാഗ് ഭട്ടാചാര്യ. ബാഗ് ഭട്ടാചാര്യാണ് അഷ്ടാംഗ ഹൃദയം എഴുതിയത്. ഒറിജിൻ ഓഫ് സ്പീഷീസ്, ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത്. ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത് ചാൾസ് ഡാർവിൻ ആണ്. സിസ്റ്റമ നാച്ചുറ എന്ന പുസ്തകം എഴുതിയത് കോൾ ലീനസ് ആണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത് ചാൾസ് ഡാർവിൻ ആണ്. സിസ്റ്റമ നാച്ചുറ എഴുതിയത് കോൾ ലീനസ് ആണ്. ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന പുസ്തകം എഴുതിയത് അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിലിന്റെ മറ്റൊരു പേരുണ്ട്, ബയോളജിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു, ജീവശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു, അനിമൽ ഹിസ്റ്ററിയുടെ പിതാവെന്നും അറിയപ്പെടുന്നു. ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എഴുതിയത് അരിസ്റ്റോട്ടിൽ. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം എഴുതിയത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം എഴുതിയത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുപോലെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആനിമൽസ് എഴുതിയത് ആൽഫ്രഡ് റസൽ ആണ്. ഫിസിഷ്യൻസ് ഹാൻഡ് ബുക്ക് എന്ന പുസ്തകം എഴുതിയത് ചരക സംഹിത. ഫിസിഷ്യൻസ് ഹാൻഡ് ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ് ചരക സംഹിത. അഷ്ടാംഗ ഹൃദയം എഴുതിയത് ബാഗ് ഭട്ടാചാര്യാണ്. മൈക്രോഗ്രാഫിയ റോബർട്ട് ഹൂക്ക് ആണ്. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത് ചാൾസ് ഡാർവിൻ ആണ്. സിസ്റ്റമ നാച്ചുറ എഴുതിയത് കോൾ ലീനസ് ആണ്. ഹിസ്റ്ററി ഓഫ് ആനിമൽസ് അരിസ്റ്റോട്ടിൽ. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് സിഗ്മണ്ട് ഫ്രോയിഡ്. അതുപോലെ ദ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആനിമൽസ് ആൽഫ്രഡ് റസൽ ആണ്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെല്ലിനെ പറ്റിയുള്ള ഓൾമോസ്റ്റ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.